Hello everyone, welcome to Brilliant EduTech, the best solution ever. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഫാർമസിസ്റ്റിന്റെ ഗ്രേഡ് 2 സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് നടക്കുന്ന 239/2024 എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകതകൾ ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റാണ് ഫാർമസിസ്റ്റന്റ് ഗ്രേഡ് 2 സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ആയിട്ട് നടക്കുന്ന ഈ ഒരു എക്സാമിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. വേക്കൻസീസ് നോക്കിക്കേ 33ഓളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എക്സാം ഡേറ്റ് 19 തീയതിയാണ്, ഓഗസ്റ്റ് മാസം 19 തീയതിയാണ്. കൺഫർമേഷൻ പീരീഡ് ആണ് 11 തീയതി ജൂൺ മാസം വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം. ഇപ്പോഴത്തെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് 2864 ഇനി കൺഫർമേഷൻ കഴിഞ്ഞിട്ട് വേണം എത്ര പേര് ഈ ഒരു എക്സാമിന് കൺഫർമേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. താരതമ്യേന വളരെ കോമ്പറ്റീഷൻ കുറവുള്ള എന്നാൽ വേക്കൻസീസ് കൂടുതലുള്ള ഒരു എക്സാം ആണ് ഫാർമസിസ്റ്റന്റ് ഗ്രേഡ് 2. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത എല്ലാവരും മറക്കാതെ കൺഫർമേഷൻ കൊടുക്കാനായിട്ടും അതുപോലെ പെട്ടെന്ന് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങാനായിട്ടും ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ വേക്കൻസീസ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്, എന്നാൽ അപ്ലിക്കൻസിന്റെ എണ്ണം കുറവാണ്. ഇനി കൺഫർമേഷനും കൂടെ കഴിയുമ്പോൾ ഇതിലും കുറവ് അപ്ലിക്കൻസ് മാത്രമേ കാണുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അപ്ലൈ ചെയ്ത എല്ലാവരും ഈ ഒരു അവസരം മിസ്സാക്കാതെ പഠിച്ച് തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കാം. ജൂൺ മാസം 1 മുതൽ നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കാനായിട്ട് പോവാണ്. ഫാർമസിസ്റ്റന്റ് ഗ്രേഡ് 2 വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച്. അപ്പൊ അതനുസരിച്ചാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാനും പോകുന്നത്. ജൂൺ 1 മുതൽ 6 വരെ ഡയറി ഹസ്ബൻഡറി ആൻഡ് ഫാം മാനേജ്മെന്റ് എന്ന് പറയുന്ന ആദ്യത്തെ മൊഡ്യൂൾ ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ശേഷം നമ്മൾ ജൂൺ 7 മുതൽ 14 വരെ കാറ്റിൽ ഫിസിയോളജി, ന്യൂട്രീഷൻ, ബ്രീഡിംഗ് എന്ന് വരുന്ന രണ്ടാമത്തെ മൊഡ്യൂള്. ജൂൺ 15 മുതൽ 21 വരെ മിൽക്ക് പ്രൊഡക്റ്റ് ഹാൻഡ്ലിംഗ്, കെമിസ്ട്രി, മൈക്രോബയോളജി, മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്. അപ്പൊ ഈ 3 മൊഡ്യൂൾസ് അത്യാവശ്യം വലുപ്പമുള്ള കണ്ടന്റ് കുറച്ചധികം കൂടുതലുള്ള മൊഡ്യൂൾസ് ആണ്. കുറച്ചധികം ടൈം അതുകൊണ്ട് തന്നെ അതിനെ അലോട്ട് ചെയ്തിട്ടുണ്ട്. ശേഷം വലിയ മൊഡ്യൂൾസ് ആയിരുന്നു അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് റിവൈസ് ചെയ്യാണ്. റിവിഷൻ ഫേസ് 1 ആണ് ജൂൺ മാസം 22 മുതൽ 26 വരെ. 27 മുതൽ 30 വരെ ഡയറി ഫാം ഓപ്പറേഷൻ, ബിസിനസ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം ജൂലൈ മാസത്തിലോട്ട് എത്തുമ്പോൾ നമ്മൾ പോൾട്രി ബയോളജി, കമേഴ്ഷ്യൽ പ്രൊഡക്ഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. ദെൻ അടുത്ത മൊഡ്യൂള് നമ്മുടെ 6ാമത്തെ മൊഡ്യൂള് പോൾട്രി ബ്രീഡിംഗ്, ഹൗസിംഗ്, ഹാച്ചറി മാനേജ്മെന്റ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂലൈ മാസം 6 മുതൽ 10 വരെയാണ്. പിന്നീട് നമ്മൾ ജൂലൈ 11 മുതൽ 15 വരെ പോൾട്രി ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്ന ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം എഗെയിൻ ഒരു റിവിഷനിലോട്ട് പോവാണ്. കൂടെ കൂടെ റിവൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറച്ചും കൂടെ മൈൻഡിൽ ഫിക്സ് ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇടയിലിടയിൽ നമ്മൾ റിവിഷൻസ് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ റിവൈസ് ചെയ്യുന്നു. ജൂലൈ 16 മുതൽ 20 വരെ റിവൈസ് ചെയ്യുന്നു. 21 മുതൽ 24 വരെ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ഇൻ വെറ്റിനറി, അത് നമ്മുടെ 7ാമത്തെ മൊഡ്യൂളാണ്. 8ാമത്തെ മൊഡ്യൂൾ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ടെക്നിക്സ് ഇൻ വെറ്റിനറി, ഡയഗ്നോസ്റ്റിക് പത്തോളജി, ലബോറട്ടറി പ്രൊസീജിയേഴ്സ് ആണ് 25 മുതൽ 28 വരെ ഡിസ്കസ് ചെയ്യുന്നത്. 29 മുതൽ 31 വരെ വെറ്റിനറി മൈക്രോബയോളജി, ഡയഗ്നോസ്റ്റിക്, ലബോറട്ടറി എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതോടുകൂടി നമ്മുടെ 10 മൊഡ്യൂൾസ് വരുന്ന സിലബസ് കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഈ പറയുന്ന ലാസ്റ്റ് ഫേസിൽ റിവിഷൻസും കൂടെ നടത്തണം അല്ലെ. ഓഗസ്റ്റ് 1 മുതൽ 3 വരെ റിവിഷൻ ഫേസ് ആണ്. അഗെയിൻ പഠിച്ച ആ 3 യൂണിറ്റ്, ലാസ്റ്റ് 3 മൊഡ്യൂളുകൾ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു. ശേഷം നമ്മൾ ഓരോ ഫേസുകളായിട്ട് റിവൈസ് ചെയ്യാണ്. ആദ്യത്തെ സെഷൻ ഒന്ന് റിവൈസ് ചെയ്യുന്നു ഓഗസ്റ്റ് 4 മുതൽ 6 വരെ. 7 മുതൽ 9 വരെ റിവിഷൻ ഫേസ് 2. ദെൻ പിന്നെ നമ്മൾ പിന്നെയും ഒന്ന് റിവൈസ് ചെയ്യുന്നത് ഏതാണ്, ഫേസ് 3 ആണ്. 10 മുതൽ 13 വരെ. നമുക്കറിയാം 19 തീയതിയാണ് നമ്മുടെ എക്സാം ഡേറ്റ്. പക്ഷെ 14 മുതൽ 18 വരെ നിങ്ങൾ എന്ത് ചെയ്യണം, പറ്റുമെങ്കിൽ മോക്ക് ടെസ്റ്റുകളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടും റീവർക്ക് ചെയ്യാനായിട്ടും മിസ്റ്റേക്സ് നിന്ന് പഠിച്ച് മിസ്റ്റേക്സ് മനസ്സിലാക്കി അത് തിരുത്താനും ആ ഒരു ടോപ്പിക്കിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. 19 തീയതി നല്ല കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ അപ്പ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ
പഠിച്ചതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്കോ അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസോ അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഓരോ ടോപ്പിക്കിനെയും ഓരോ മൊഡ്യൂളിന്റെയും ക്വസ്റ്റ്യൻസ് അപ്പപ്പോ തന്നെ പഠിച്ചു പോകാനായിട്ടും അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നടന്നു വന്നിട്ടുള്ള കേരള PSCയുടെ സയൻസ് ബേസ്ഡ് ടെക്നിക്കൽ PSC എക്സാംസിന്റെ ഫസ്റ്റ് റാങ്കേഴ്സ് ഉൾപ്പെടെ ടോപ്പ് റാങ്കേഴ്സിനെ സെക്യൂർ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 വേണ്ടിയിട്ടുള്ള പുതിയൊരു കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. ജൂൺ 1 മുതലാണ് നമ്മുടെ ഏറ്റവും പുതിയ കോഴ്സ് ആരംഭിക്കാനായിട്ട് പോകുന്നത്. കോഴ്സിൽ തന്നെ പല രീതിയിലുള്ള നിങ്ങൾക്ക് ആവശ്യാനുസരണമുള്ള പ്ലാൻ ചൂസ് ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. 9992645996 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ക്വയറീസ്, ഡൗട്ട്സ് ഓർ ഒപ്പീനിയൻസ് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പൊ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നോട്ട്സ്, ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ് ആൻഡ് എക്സ്പ്ലനേഷൻ, ക്യൂസുകൾ, ഡൗട്ട് ക്ലിയറൻസ്, ഫ്ലാഷ് കാർഡ്സ്, റിവിഷൻ, സ്റ്റഡി പ്ലാൻ, റിമൈൻഡേഴ്സ് എല്ലാം അടങ്ങിയുള്ള ഒരു പാക്കേജ് ആണ്. ഇതിൽ തന്നെ നിങ്ങളുടെ നീഡിനും ബഡ്ജറ്റിനും അനുസരിച്ചുള്ള പ്ലാൻസും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫ്രീ സെഷൻസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക്കിന് പ്രത്യേകമായുള്ള ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആക്കേണ്ടതുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലും അതുപോലെ യൂട്യൂബിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുക. മറ്റൊരു ക്ലാസ്സിൽ കാണാനായിട്ട് ശ്രദ്ധിക്കാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്